അവിടെ സേഫായിട്ട് പുറത്ത് വന്നു അമ്മീ ഫോണിൽ വിളിച്ചാലോ ഒരു മൊമെന്റും വീട്ടിൽ വന്നവരെ കണ്ടു ആൾക്കാരൊക്കെ കണ്ടപ്പോഴുള്ള ഒരു മൊമെന്റ് എത്രത്തോളം ഹാപ്പിയാണ്? അവിടുന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ തിരിച്ചു വരാവുന്ന ചെറിയൊരു ട്രക്കിംഗ് ആണ് കരുതിയിരുന്നത്, അതുകൊണ്ടാണ് ഫുഡൊന്നും എടുക്കാതെ പോയതെന്ന് പറഞ്ഞു. ചെയ്തതിൽ ഏറ്റവും വലിയ പീക്ക് ഏതാണ്? ഇത് സോളോ ട്രിപ്പായിരുന്നു ഇപ്പോഴും ഈ പോയതും. ഇങ്ങനൊരു അബദ്ധം പറ്റിയപ്പോൾ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഇല്ല, വഴി തെറ്റിയെന്ന് തോന്നിയൊരു മൊമെന്റിൽ തിരിച്ച് സെയിലിൻ്റെ പീക്കിലേക്ക് തിരിച്ചു കയറിയെന്ന് വിചാരിച്ചു. പിന്നീട് ഈ 3-4 രാത്രികൾ അവിടെ ഇങ്ങനെ പാറപ്പുറത്ത് പറഞ്ഞല്ലോ, വന്യമൃഗ ശല്യമുള്ള മേഖലയാണ്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? നൈറ്റിലൊക്കെ ഇപ്പം എന്താണ് കൈവശം ഉണ്ടായിരുന്നത് അവിടെ കിടക്കാൻ? എന്തൊക്കെ എങ്ങനെയാണ് ദിവസങ്ങൾ കടന്നു പോയത്? ഓഫായ ഫോൺ, പിന്നെ ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം കിട്ടുന്ന ഏരിയ ആയിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് പുറത്ത് എല്ലാവരും ടെൻഷനിലായിരുന്നു, ഫാമിലിയും നാട്ടുകാരൊക്കെ. അവിടെ നല്ല കൂളായിരുന്നു. ഫോൺ ഓഫ് ആയതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല, അറിയിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കൂടെ 9 പേര് ചെക്ക് പോസ്റ്റ് കിടക്കുന്ന സമയത്ത് 9 പേരോ 10 പേരോ കൂടെ ഉണ്ടായിരുന്നു? 9 പേരുണ്ടായിരുന്നു, പിന്നെ ഒരു 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് തന്നെ ആയിരുന്നോ ട്രക്ക് ചെയ്ത്? ക്ലൈംബ് ചെയ്യുമ്പോൾ അതിലൊരു 6 പേര് ഫ്രണ്ടിലുണ്ടായിരുന്നു, 3 പേര് ബാക്കിലായിരുന്നു. ഞാൻ ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കയറുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ചെറിയ വീസിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഇവരുടെ 2 പേരും നടുവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇറങ്ങുമ്പോഴേക്കും വേറെ 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പിന്നെ അവർ ഇൻ ബിറ്റ്വീൻ ഒരു പാറയുടെ അവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഫ്രണ്ടിലെത്തി. അപ്പം അവരെ വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് അവിടെ നിന്നായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പം ആളെ കാണാനില്ല. നോർമലി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് കോൺടാക്ട് നമ്പറൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? വിളിക്കാനൊന്നും പറ്റില്ല? ഇല്ല, അവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. മകള് സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ട് എന്താ അച്ഛന് പറയാനുള്ളത്? അമ്മയോട് സംസാരിച്ച സമയത്തെ മകള് വളരെ ബോൾഡാണ്, അതുകൊണ്ട് ആപത്തൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അമ്മ മകള് തിരിച്ചെത്തി കഴിയുമ്പോൾ എന്താ തോന്നുന്നത്?